നമസ്കാരം. ഇന്ന് നമ്മുടെ 77ാമത്തെ എപ്പിസോഡാണ്. 77ാമത്തെ എപ്പിസോഡിൽ നമ്പർ 1 എന്ന് കൊടുക്കാം. കാരണം ഞാനിന്ന് സിനിമയെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അത് സിനിമയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ഘടകങ്ങളുണ്ട്. അതിൽ നമുക്ക് ആദ്യം ഏറ്റവും താഴേന്ന് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് ഞാൻ പ്രൊഡക്ഷൻ ബോയ്സിനാണ്. അതായത് നമുക്ക് ആഹാരം തരുന്നവർ, ആഹാരം വെക്കുന്നവർ, ആഹാരം വിളമ്പുന്നവർ, അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളാണ്. നമ്മൾ ഈ പ്രൊഡക്ഷൻ ബോയ്സിനെ നമ്മൾ ഏറ്റവും കൊച്ചായിട്ട് കരുതും. പക്ഷേ കരുതരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് ശമ്പളം വാങ്ങുന്നവരും അതിൻ്റെ കൊട്ടേഷൻ എടുത്തേക്കുന്നവരും ഒക്കെ കാണും. അവരാണ് അതിൻ്റെ ചീഫ്, പ്രൊഡക്ഷൻ്റെ ചീഫ്. അവർ ജോലിക്കാരെ കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും പാവങ്ങൾ ഈ പ്ലേറ്റ് കഴുകുന്നവരുണ്ട്. അവർ പ്ലേറ്റ് കഴുകുകയാണ് ചെയ്യുന്നത്. അവർക്കൊരു ദിവസം 800 രൂപ കൂടുതൽ ശമ്പളമൊന്നുമില്ല. പക്ഷേ അവർ രാവിലെ 4 മണിക്ക് എണീക്കണം. അവർ രാത്രി ഉറങ്ങുന്നത് 12 മണിക്കാണ്. അവർ ചിലപ്പം ഇച്ചിരി ഉറക്കത്തിന് വേണ്ടി സ്വസ്ഥമായ ഉറക്കത്തിന് വേണ്ടി ഇച്ചിരി 2 പെഗ് മദ്യപിച്ചേക്കും. കാരണം അതും ഷെയറിട്ടാണ്. കാരണം അവരുടെ കയ്യിൽ അത്രയും പൈസയൊന്നും കാണില്ല. കൂടിപ്പോയ ഒരു 1000 രൂപ ഒരു സീരിയൽ, ഒരു ഷോർട്ട് ഫിലിമുകാരൊക്കെ ഒരുപാട് പൈസ കൊടുക്കും കേട്ടോ അവർക്ക്. നമ്മൾ ഈ ഷോർട്ട് ഫിലിം ആണെങ്കിലും അവരെ ഉപയുക്തമാക്കണം. കാരണം ഒരു പ്രൊഡക്ഷൻ ബോയ് ഉണ്ടെങ്കിൽ ഒരു കസേര എടുത്ത് ഇടാനോ, ഒരു ചായ വിളമ്പാനോ, ഇച്ചിരി വെള്ളം കൊടുക്കാനോ ഒക്കെ വേണം അതിനകത്ത്. പിന്നെ രണ്ടാമതുള്ളത് പ്ലേറ്റ് അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. പറ്റുമെങ്കിൽ നമ്മൾ വർക്ക് കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു 100-200 രൂപ 10 ദിവസത്തെ വർക്ക് കഴിയുമ്പോൾ അവർക്ക് കൊടുത്താൽ, 1-2 പേരായിരിക്കും അത് ചെയ്യുന്നത്, കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ഒരിക്കലും അവർ വീണ്ടും കണ്ടെന്ന് വരികയില്ല. അവർ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു തുച്ഛമായ 10 ദിവസം കഴിയുമ്പോൾ പോകാൻ നേരത്ത് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഈ പൈസ എനിക്കൊരു പ്രൊഡക്ഷൻ പോയി അറിയാം. അവിടെ നിന്ന് പ്ലേറ്റ് പുള്ളിയുടെ വൈഫിന് അസുഖമായിട്ട് പുള്ളി ഇടയ്ക്ക് ഇട്ടിട്ട് പോയി. ശമ്പളമൊക്കെ ഒത്തിരി കാലം കഴിഞ്ഞാണ് കിട്ടിയത്. വണ്ടിക്കൂലി മാത്രമേ കിട്ടിയുള്ളൂ. അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ സിനിമയിലൊരു വിഷയമുണ്ട്. ഈ പ്രൊഡക്ഷൻ ബോയായിട്ട് വരുന്നവർക്ക് പോലും അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഡോക്ടർ എസ് ജനാർദ്ദനൻ സാറിൻ്റെ കൂടെ ഇങ്ങനെ പ്രൊഡക്ഷനിൽ ചായ വിളമ്പാൻ വന്നൊരു പയ്യൻ കുടുംബശ്രീ ശാരദയിൽ വലിയൊരു റോള് ജനാർദ്ദനൻ സാറ് കൊടുത്തു. അവൻ അഭിനയിക്കാൻ വന്നതാണ്. അവൻ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവൻ വന്നു പെട്ടത്, അവൻ ആ ഫിലിമിനോട് ഇൻട്രസ്റ്റ് കൊണ്ട് അവൻ വന്നു പെട്ടത് അവൻ ചായ വിളമ്പാനാണ്. ജനാർദ്ദനൻ സാറിൻ്റെ അടുത്ത് ഷാജി നൂർലാൽ സാർ റെക്കമെൻഡ് ചെയ്ത് ജനാർദ്ദനൻ സാർ അവന് കൊടുത്തത് നായകൻ്റെ കൂട്ടുകാരനായിട്ട് 3-ാം റോളാണ്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ ഞാൻ വർക്ക് കാണാറില്ല. നല്ല ക്യാരക്ടറാണ്. അവൻ ഡബ് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഡബ് ചെയ്ത് തുടങ്ങിയവൻ. അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ജനാർദ്ദനൻ സാറിനെ പോലുള്ളവരൊക്കെ സഹായിക്കും. ഒത്തിരി പേര് ഫിലിമിൽ അങ്ങനെ സഹായിക്കുന്നവരുണ്ട്. പിന്നെ അതിനകത്ത് നമ്മുടെ കൂടെ വെള്ളം കൊണ്ടും ചായ കൊണ്ടും ഒക്കെ നടക്കുന്നവരുണ്ട് സെറ്റിനകത്ത്. ഇപ്പോൾ വലിയ ബിൽഡിംഗ് ആണ്. അതിനകത്ത് ഡയറക്ടർക്ക് ഒക്കെ അല്ലാതെ വേറെ ക്യാമറമാൻ അല്ലാതെ ചായ ഒന്നും കൊണ്ടു കൊടുക്കില്ല. അവർ പോയി കുടിച്ചോണം. അങ്ങനെയൊക്കെയാണ്. വീട്ടിൽ ചായ വെള്ളമൊക്കെ ആയിട്ട് എപ്പോഴും നടക്കും അവർ. പിന്നെ രണ്ടാമത് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ വിളമ്പുന്നവരൊക്കെ സിനിമയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ 2-3 ടൈപ്പ് ഫുഡാണ്. കാരണം വലിയ വലിയ സൂപ്പർ സ്റ്റാറുകൾക്കൊക്കെ ഏറ്റവും നല്ല ഫുഡുകളും സ്പെഷ്യൽ 5 കൂട്ടം മീനും പലതരം ഇറച്ചിയൊക്കെ. അതാണ് ഈ മമ്മൂട്ടി സാറൊക്കെ ഓരോന്നോരോ കഷ്ണം എടുത്ത് കഴിക്കാമെന്നാണ്. കാരണം അധികം കഴിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഇത്രയും 72 വയസ്സായിട്ടും അതൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ശകലം കഴിക്കുകയുള്ളൂ. പക്ഷേ എല്ലാം ഓരോ പീസ് എടുത്ത് കഴിക്കും. അതൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിനും മുഖത്തിനും കഴിവിനുമാണ് ആ വില. അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതങ്ങനെ കൊടുത്തേ വെക്കുള്ളൂ. ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റ് അല്ലാത്തതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ രണ്ടാമത് ഡയറക്ടർ, പ്രൊഡ്യൂസർ, പ്രൊഡക്ഷൻ കൺട്രോളർ, ക്യാമറമാൻ, അങ്ങനെയുള്ളവർക്ക് വേറൊരു ഫുഡാണ്. അവർക്ക് എസ്പെഷ്യലി ഇരുന്നൊക്കെ കഴിക്കാം മിക്കവാറും. പിന്നെ മൂന്നാമത് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനും വലിയൊരു കൂടെ ഇരുന്ന് കഴിക്കാം. പിന്നെ മേക്കപ്പ്, ആർട്ട്, അങ്ങനെയുള്ളവരൊക്കെ വേറെ ഫുഡാണ്. പിന്നെ അതല്ലാതെ വേറെ ഫുഡുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് 10,000, 1000, 2000 ഒക്കെ വരുമ്പം അവർക്ക് വേറെ ഫുഡാണ്. അവർക്ക് മീനും ഇറച്ചിയൊക്കെ കാണും കേട്ടോ. അതിൻ്റെ പരിമിതികളുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ എമ്പുരാൻ ഇറങ്ങിയപ്പം എമ്പുരാൻ 2000 ജൂനിയർ ആർട്ടിസ്റ്റിനെ വിളിച്ച് കുട്ടിക്കാനത്തെങ്ങാണ്ട് പകുതി പേർക്ക് ഫുഡ് കിട്ടാതെ അവിടെ വലിയ പാത്രമെടുത്ത് എറിയലൊക്കെ ഉണ്ടായിരുന്നു. സജി എന്നും പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു എൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റിനെയൊക്കെ സപ്ലൈ ചെയ്തത്. അവൻ ലാസ്റ്റ് പാത്രമൊക്കെ എടുത്ത് എറിയുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ മരിച്ചു പോയി കേട്ടോ. നല്ലൊരു മനുഷ്യനായിരുന്നു. ആ പാവങ്ങളുടെ
അവസ്ഥ കണ്ടിട്ട് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. ഞാൻ സിനിമയുടെ പേര് പറയുന്നതുകൊണ്ട്, കാരണം പൃഥ്വിരാജ് സാറിനൊന്നും ആ അവസ്ഥയൊന്നും അറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് ഒരു ബന്ധവും കാണില്ല. കാരണം മൈക്കിൽ അസോസിയേറ്റ് അനൗൺസ് ചെയ്ത് അവരെ നിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുമായിട്ട് നേരിട്ട് ബന്ധങ്ങളില്ല. ആ അനുഭവിച്ചൊരു അവസ്ഥയുണ്ട് എമ്പുരാന്. കാരണം പട്ടിണി കിടന്നിട്ടുണ്ട് അവിടെ ആളുകൾ. കാരണം 1000 പേര് പറയുമ്പോൾ 2000 പേര് എല്ലാവരും കൂടെ ജൂനിയർ ആർട്ടിസ്റ്റിനെ ഒന്നിച്ച് കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അപ്പോൾ അങ്ങനെ ഒരു ഇത് അങ്ങനെ 4 തരം ഫുഡുണ്ട്. പിന്നെ ഇവർ രാവിലെ 6 മണിക്ക് ഇവർ കടുംകാപ്പി കൊടുത്താൽ, നിലവിൽ സീരിയലിലൊന്നും അങ്ങനെയല്ല, സെറ്റിൽ ചെന്ന 7 മണിയാകുമ്പോൾ ചായ കുടിക്കുകയാണ് ചെയ്യുന്നത്. കൊടുത്താലേ ഈ ഓരോരുത്തർ എണീക്കുള്ളൂ. അതിന് പ്രൊഡക്ഷൻ മാനേജർ എണീറ്റിട്ട് അത് പറഞ്ഞില്ലേ കൂടി അവരൊരു 6 മണിക്ക്, അവരപ്പോൾ എത്ര മണിക്ക് എണീക്കണം? അവരെണീറ്റ് പിറ്റേ ദിവസത്തിനുള്ള സംഭവങ്ങളെല്ലാം ഇത് ഒരുക്കി വെച്ച്, പിന്നെ രാത്രി അവർ പാത്രങ്ങളെല്ലാം റെഡിയാക്കി എല്ലാം അരിഞ്ഞ് പെറുക്കി വെച്ച് രാവിലത്തെ ഫുഡ്, സിനിമയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി കാണും, പുട്ട് കാണും, ദോശ കാണും, അപ്പം കാണും, മുട്ട കാണും, കടല കാണും, ഇറച്ചി കാണും, എല്ലാം കാണും രാവിലെ. പിന്നെ ഉച്ചയ്ക്കും അതുപോലെ തന്നെ വിവിധ തരം ഐറ്റങ്ങൾ. ഇതിനകത്തൊന്നും വേർതിരില്ല, എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊടുക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഒരു പ്രൊഡക്ഷൻ്റെ. അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വരുമാനം കുറഞ്ഞവരും ഏറ്റവും ബുദ്ധിമുട്ടുന്നവരുമാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്ന, വിളമ്പുന്നവരായാലും പാത്രം കഴുകുന്നവരാണ്, സെറ്റിൽ നിൽക്കുന്നവരും. കാരണം ഈ സെറ്റിൽ നിൽക്കുന്ന ഒരു പയ്യൻ്റെ ഒരു ബുദ്ധിമുട്ട് തന്നെ പറഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. കാരണം എല്ലാ ലൈറ്റുകളും ഇട്ടപ്പം ക്യാമറമാൻ മാറിപ്പോവും, അല്ലെങ്കിൽ ക്യാമറമാൻ സെറ്റ് ചെയ്യുക, ലൈറ്റ് സെറ്റ് ചെയ്യുക, ഡയറക്ടറും മാറിപ്പോവും, ആർട്ടിസ്റ്റും മാറിപ്പോവും, എല്ലാവരും മാറ്റിപ്പോവും. ആർട്ടുകാർ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. ആ സമയത്തും ഈ ചെറുക്കൻ ഈ ലൈറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു നിമിഷം പോലും വെള്ളമില്ലേ എന്ന് ചോദിച്ചാൽ കൊടുക്കാൻ അവൻ വേണം. ആരെങ്കിലും ഒരാൾ നാരങ്ങ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞാലോ എല്ലാം ഇവൻ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ അവൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 24 അവനാ 10 മണിക്കൂറോളം 12 മണിക്കൂർ ഷൂട്ടുണ്ടെങ്കിൽ അത്രയും നേരം അവൻ ആ സെറ്റിൽ കാണും. അവൻ കഴിക്കുന്നത് എല്ലാവരും കഴിച്ചതിന് ശേഷമാണ്. ഈ പ്രൊഡക്ഷനുള്ള എല്ലാവരും കഴിക്കുന്ന, എല്ലാവരും കഴിച്ചതിന്, ചിലർ കഴിക്കാതിരിക്കും, കാരണം അവർ മാറ്റി വെക്കും ചിലപ്പോഴൊക്കെ. പക്ഷേ അവർക്ക് ആരെങ്കിലും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിലെ ഫുഡ് എടുത്ത് കൊടുക്കും, അവർക്ക് കഴിക്കാൻ വെച്ചിട്ട്. കാരണം ആരും പട്ടിണി കിടത്താൻ അവർ സമ്മതിക്കില്ല. ചിലപ്പോൾ ഒരു 120 ഫുഡായിരിക്കും പറഞ്ഞേക്കുന്നത്, 140 പേര് വരും. ഇവരുടെ ഫുഡ് എടുത്ത് കഴിച്ചാൽ ഇവർ ഫുഡ് കഴിക്കാതെ കിടക്കും. ഇവരുടെ തുണി അലക്കാൻ പോലും ഇവർക്ക് ചിലപ്പം സമയം കിട്ടില്ല. ഒരു സീരിയലൊക്കെ ആണെങ്കിൽ തുണി അലക്കുന്നതൊക്കെ നമ്മൾ സ്വയമായിട്ടാണ്. ഇവർക്കൊരു റൂം, ഇവർ കിടക്കുന്നത് ഒറ്റ മുറിയിലല്ല. ഇവർക്ക് കിടക്കുന്ന 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് ഒരു മുറിയേ കൊടുക്കുകയുള്ളൂ. ഇങ്ങനെ. പിന്നെ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ സീരിയലുകൾ തിരുവനന്തപുരത്താണ് നടക്കുന്നത്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീടുകളിൽ നിന്നും അല്ലാതെ ഇങ്ങനെ കാറ്ററിംഗ് സർവീസുകാർ ഫുഡ് കൊടുക്കുകയാണെന്ന് വിളമ്പിയാലും കഴിയലൊക്കെ മതി. പിന്നെ എറണാകുളം ബേസ്ഡും മറ്റുള്ളവർക്ക് ഇവർ പോവുകയാണ്, പ്രൊഡക്ഷൻ്റെ ആൾക്കാരെല്ലായിടത്തും കൂടെ പോയി വെക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ മിസ്റ്റർ മാണിക്യം എന്നും പറഞ്ഞൊരു വർക്കിൻ്റെ കൂടെ ഞാനൊരു 10-12 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോയപ്പോഴത്തേനും അവരെങ്ങാണ്ട് രാമോജി റാവു ഫിലിം സിറ്റിയുടെ അടുത്തുള്ള പ്രൊഡ്യൂസറായിരുന്നു. അവിടെ നിന്നുള്ള ഫുഡാണ് ഇവിടെയുള്ള ആർക്കും ഇഷ്ടമല്ല അത്. ഞാനെന്ന് പറഞ്ഞാൽ അവർ ആ രീതിയിലുള്ള ഫുഡാണ്, തമിഴ്നാട്ടിൽ നിന്ന് പോലുമില്ല അവർ വന്നു. പക്ഷേ അത് ആർക്കും വേണ്ടായിരുന്നു ആ ഫുഡ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന എല്ലാ അങ്ങനെയുള്ള ക്രൂ എല്ലാം അവിടെ നിന്ന് തന്നെയാണ്. ക്യാരവാനൊക്കെ ചെന്നൈയിൽ നിന്നൊക്കെ വിളിച്ചാണ്. ആർട്ടിസ്റ്റും എല്ലാം അതിനകത്ത് നായകൻ സമുദ്രക്കനി എന്ന് പറഞ്ഞ സാറായിരുന്നു. ആ പടം ഭയങ്കര സൂപ്പർ ഹിറ്റായി, ചെന്നൈയിലൊക്കെ ഓടി. കാരണം സ്റ്റണ്ടും ഇല്ല, പാട്ടും ഇല്ല. അപ്പോൾ ഒരു സോങ് കൊണ്ട് അങ്ങനെ ഒരു പടമായിരുന്നു. ഞാൻ 12 ദിവസം അതിൽ വർക്ക് ചെയ്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ അവരെ നമ്മൾ ഏറ്റവും ബഹുമാനിക്കണം. അവർക്ക് പറ്റുക എന്തെങ്കിലും സഹായിക്കണം, അവരെ ആക്ഷേപിക്കരുത്. അവർ കാരണം ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതോടൊപ്പം തന്നെ അവർ ഒരു തൊഴിലിനുള്ള സിനിമയോടുള്ള ആഗ്രഹം കൊണ്ടാണ് എങ്ങനെയെങ്കിലും പ്രൊഡക്ഷനെങ്കിലും നിൽക്കാൻ വരുന്നത്. അത് സിനിമയിലൊന്നും പ്രൊഡക്ഷനിൽ കയറാനൊക്കെയല്ല. കാരണം 2 ലക്ഷം രൂപയാണ് യൂണിയൻ എങ്ങാണ്ട് കെട്ടിവെക്കേണ്ടതെന്നാണ് ഞാനൊരു പ്രൊഡക്ഷൻ കൺട്രോളറോട് ചോദിച്ചപ്പം അതേക്കുറിച്ച് എന്നോട് പറയാം. 2 ലക്ഷം രൂപ. പക്ഷേ അവർക്ക് സ്ഥിരം ജോലി കാണും. കാരണം 10,000-1500 രൂപ ശമ്പളമുണ്ട്, സ്ഥിരം ജോലി കാണും. പക്ഷേ ഇവർ വിചാരിക്കണം 1-2 മാസം സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മാസം വർക്ക് ഇല്ലാതിരിക്കണം. കാരണം അതുപോലെ സ്ട്രെയിനാണ്. കാരണം അവർക്ക് ആ കിട്ടുന്ന പൈസ കൊണ്ട് അവരുടെ കുടുംബം, കുഞ്ഞുങ്ങളും എല്ലാം, ഇവർ ഈ കുടുംബത്തെയും കുഞ്ഞുങ്ങളെ ഒന്നും കാണാതെ ഏകദേശം വലിയ ആൾക്കാരെല്ലാം സന്തോഷവും സുഖമായിട്ട് AC കാറിൽ പോകുമ്പോൾ ഇവർക്ക് അങ്ങനെയുള്ളൊരു വണ്ടിയൊന്നുമല്ല കിട്ടുന്നത്. ഇവർ 5-6 പേര് ഒന്നിച്ചാണ് കിടക്കുന്നത്. ഇവർ ഒരു വിധത്തിൽ ഉറങ്ങും, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അങ്ങനെ അവരുടെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള. ഞാനൊക്കെ സെറ്റിൽ എൻ്റെ പ്ലേറ്റുകൾ ഞാൻ കഴുകി വെക്കുമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കൊണ്ട് കഴിപ്പിക്കാനൊരു മടി. കാരണം എന്നേക്കാൾ സമ്പത്തുള്ളവരും എന്നേക്കാൾ യോഗ്യതയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പ്രൊഡക്ഷനിൽ നിൽക്കുന്ന കുട്ടികളെ.
ഇതാണ് ഈ ഫസ്റ്റ് എപ്പിസോഡ്. എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും സംശയമുണ്ട്, ഞാനിതൊന്നും പ്രീ പ്ലാൻ ചെയ്ത് പറയുന്നതല്ല. എല്ലാ എപ്പിസോഡുകളും എൻ്റെ എപ്പിസോഡുകളൊന്നും പ്രീ പ്ലാൻഡ് അല്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റോ കുറ്റോ വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സഞ്ചറിലൊക്കെ ഇട്ടാൽ മതി, ഞാനതിന് മറുപടി തരാം. മറുപടി തന്ന് അതിൻ്റെ സംശയ നിവാരണം നടത്താം. എന്തെങ്കിലും തെറ്റ് വന്നാൽ ക്ഷമിക്കണം. പ്രീ പ്ലാൻഡ് അല്ലാതെ ഓരോ എപ്പിസോഡും എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പറയുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.